നെല്ലെടുക്കാതെ സപ്ലൈകോ നിയമിച്ച കരാർ കമ്പനി പുല്ലഴി കോൾപ്പടവിലെ കർഷകരെ ചൂഷണം ചെയ്യുന്നതായി പരാതി. കൊയ്ത്ത് കഴിഞ്ഞ 20 ടണ്ണോളം നെൽ കെട്ടിക്കിടക്കുന്നു. പുല്ലഴി കോൾപ്പടവിൽ നിന്ന് കൊയ്തെടുത്ത നെല്ലിന് ഈർപ്പം കുറവും പതിര് കൂടുതലാണെന്നും പറഞ്ഞാണ് സപ്ലൈകോ നിയമിച്ച കരാർ കമ്പനി നെല്ലെടുക്കാതെ കർഷകരെ ചൂഷണം ചെയ്യുന്നത്. പാലക്കാട് നിന്ന് പതിര് കളയുന്ന 2 മെഷീൻ എത്തിച്ച് പതിര് കളഞ്ഞു നൽകിയിട്ടും ഇനിയും കിഴിവ് വേണമെന്ന് പറഞ്ഞ് കരാർ കമ്പനി നെല്ലെടുക്കാൻ തയ്യാറാവുന്നില്ലെന്ന് കർഷകർ പറഞ്ഞു. പതിര് കളയാനും പാടത്തുനിന്ന് നെല്ല് ഗോഡൌണിലേക്ക് കൊണ്ടുവരാനും കർഷകന് ഒരു ചാക്കിന് 100 രൂപ അഡീഷണൽ ചെലവാണെന്നും പുല്ലഴി കോൾ കർഷക സംഘം പ്രസിഡന്റ് കോളങ്ങാട്ട് ഗോപിനാഥൻ ചൂണ്ടിക്കാട്ടി. ഇവർ പറയുന്ന മാനദണ്ഡങ്ങളൊക്കെ ഞങ്ങൾ മാനിച്ചു, കർഷകർ മാനിച്ചുകൊണ്ട് നിങ്ങൾ പറയുന്ന മാതിരി ഞങ്ങൾ ചെയ്യാമെന്നുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം ഇവർ വീണ്ടും വീണ്ടും ഞങ്ങളെ ചൂഷണം ചെയ്യുക. അത് വേണം, ഇത് വേണം, മറ്റത് വേണം എന്നൊക്കെ വേണ്ട അവർ ചൂഷണം ചെയ്യുക. അപ്പം ഞങ്ങൾ പറഞ്ഞു അത് പറ്റില്ല. 1 കിലോ ഞങ്ങൾ വിട്ടുകൊടുത്തു. അതിന് പുറമെ 1 കിലോനും കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും 2 ദിവസം ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും അവർ നമ്മളോട് പറഞ്ഞു അത് പറ്റില്ല, ഞങ്ങൾക്ക് ഈ നെല്ല് വേണ്ട, പതിര് കളഞ്ഞു തരണമെന്നു. വീണ്ടും കമ്മിറ്റി കൂടി ഇവരോട് സംസാരിച്ചപ്പോൾ വീണ്ടും ഞങ്ങൾ പതിര് കളഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലായി. പതിരും കളഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ വീണ്ടും അവർ പറഞ്ഞു അവർക്ക് വീണ്ടും കിഴിവ് കൊടുക്കണമെന്ന്. ഇവിടെ കെട്ടിക്കിടക്കുന്ന നെല്ലും ഇവിടെ കാണുന്ന ഈ ട്രാക്ടറിലും കൊയ്ത്ത് മെഷീനിൽ കിടക്കുന്ന നെല്ല് ലോഡ് കണക്കിന് കിടക്കുക. ആ സമയത്താണ് അവർ പറയുന്ന മാനദണ്ഡങ്ങളൊക്കെ ഞങ്ങൾ പാലിച്ചു. ഇനിയും നെല്ല് മാറ്റി കൊടുക്കണമെന്നാണ് കർഷകൻ ആത്മഹത്യ ചെയ്യാൻ രക്ഷയുള്ളൂ. MLA ഇടപെട്ട് ശക്തമായ സമ്മർദ്ദം ചെലുത്തിയാണ് കഴിഞ്ഞ ദിവസം 1 ലോഡ് നെല്ല് കരാർ കമ്പനി കൊണ്ടുപോയതെന്നും കർഷകർ പറയുന്നു. കർഷകരോട് സർക്കാരും സപ്ലൈകോയും തികഞ്ഞ അവഗണനയാണ് തുടരുന്നത്. സ്വകാര്യ മില്ലുകാർ സപ്ലൈകോയെ ഭീഷണിപ്പെടുത്തുകയാണെന്നും ഇവർ പറയുന്നു. 750 ഏക്കറോളം വരുന്ന പുല്ലഴി കോൾപ്പടവിലെ പകുതി ഭാഗത്തെ കൊയ്ത്തു മാത്രമേ ഇതുവരെ കഴിഞ്ഞിട്ടുള്ളൂ. ഇവിടെയുള്ള 650ഓളം നെൽകർഷകരുടെ കണ്ണുനീർ ബന്ധപ്പെട്ടവർ കാണുന്നില്ലെന്നാണ് ഇവരുടെ പരാതി. ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ട് MPയെയും കർഷകർ സമീപിച്ചിട്ടുണ്ട്. മാർച്ച് 5-ന് കൊയ്ത്ത് ആരംഭിച്ചെങ്കിലും നെല്ലിന് വെള്ളത്തിന്റെ അംശം കൂടുതലാണെന്ന് പറഞ്ഞ് കമ്പനി 2 തവണ കൊയ്ത്ത് നിർത്തിവെപ്പിച്ചു. ഇതേ തുടർന്ന് നെല്ലെല്ലാം മൂത്തുണങ്ങി ചുരുങ്ങിപ്പോയി. ഇതും കർഷകർക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയത്. ആദ്യം വന്ന കമ്പനികൾ കരാറിൽ നിന്ന് പിന്മാറിയെങ്കിലും പിന്നീട് വന്ന കമ്പനികളും ഓരോ കാരണങ്ങൾ പറഞ്ഞ് വീണ്ടും കർഷകരെ ചൂഷണം ചെയ്യുകയാണെന്നാണ് കർഷകരുടെ ആരോപണം. TCV ന്യൂസ്, തൃശൂർ.